കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല. ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒരാളുമല്ല. അതിന് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത്. കാരണം 2006 നമുക്ക് ഓർമ്മയുണ്ട്, ആ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം VS അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ VS അച്യുതാനന്ദൻ. എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ 5 വർഷം നടന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞ് 2011 വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറയാം. പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. VS പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നതൊന്നും അതൊന്നും ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല. അത് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനിക്കും. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ, ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനം നടത്തേണ്ട. കോൺഗ്രസിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് തീരുമാനിക്കും. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന MLA-മാരോടൊക്കെ തീരുമാനിക്കും. അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും. അതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥിയില്ല, ഞാനുമില്ല, ഒരാളുമില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല. ഇത് പുറത്തു നിന്ന് CPM-ന്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഓരോരുത്തരും പറഞ്ഞതിന് മറുപടി വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത്. അധികം തമാശ പറയുമ്പോൾ 2006 തമാശയും 2011 തമാശയും കൂടി ഞാനും തിരിച്ചു പറയും. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ല. ഇതെല്ലാം പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. പദ്ധതി ശരിക്കില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2ാം ഗഡു കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു. 3ാം ഗഡു കൊടുത്തതിൻ്റെ തലേ ദിവസം ട്രഷറി പൂട്ടി. നിരവധി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. ഇപ്പം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടില്ലേ, അത് അസംബന്ധമാണ് പറയുന്നതെന്ന്. വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അസംബന്ധമാകുന്ന? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി, മുൻഗണന എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല. അവരെങ്ങനെ പഠിക്കും? പലരും എങ്ങനെ പഠിക്കും? കുട്ടികൾ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വെട്ടിച്ചെടുക്കുകയാണ്. പൈസ ഇല്ല, ഒരു നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പൊ കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ, ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകും. അപ്പൊ തകർന്നില്ലേ കിഫ്ബി? ഇപ്പൊ കിഫ്ബിക്ക് വേണ്ടി ആളുകളിൽ ടോൾ എടുക്കാൻ പോവുക. നമ്മൾ കൊടുത്ത സെസ്സാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കണത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് 1/3 പണിതിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മുടെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്.